Hi kids, how are you all? Are you all happy at home? In the last class, we started the lesson money, isn't it? So, we can continue the lesson. And do you all remember what you studied in the last class? Yes, we studied how to write rupees and pies in words, in figures, that is in long form and short form, isn't it? So, we can continue the lesson. And conversion of rupees into pies also we studied. Now in this class we can start how to convert pies into rupees. Okay. Next is how to convert 1000 example I have given 1215 pies and 907 pies into rupees. അതായത് 1215 പൈസിനെയും 907 പൈസിനെയും എങ്ങനെയാണ് റുപ്പീസിലേക്ക് മാറ്റുന്നത് എന്ന് ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് 1000 ഇതിന് ഉള്ള മെത്തേഡ് എന്താന്ന് വെച്ചാല് ടു കൺവേർട്ട് പൈസ് ഇൻ ടു റുപ്പീസ് you have to convert, or we can separate the ones and tens place digits. Ones and tens place digits from the given number. അതായത് 1215 എന്ന നമ്പറിലെ ഇതിലെ വൺസ് പ്ലേസ് ഡിജിറ്റ് ഇത് ടെൻസ് പ്ലേസ് ഡിജിറ്റ് ഇതിനെ മാറ്റുക. ഓക്കെ, അത് എന്തായിരിക്കും? പൈസിന്റെ സ്ഥാനത്തായിരിക്കും. the rest will be in the rupees place. അപ്പോ 5ഉം 1ഉം വൺസ് പ്ലേസും ടെൻസ് പ്ലേസും ഡിജിറ്റ്സ് ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? we separate the ones and tens digits from the given number of pies. തന്നിരിക്കുന്ന പൈസിൽ നിന്ന് വൺസ് പ്ലേസ് ഡിജിറ്റും ടെൻസ് പ്ലേസ് ഡിജിറ്റും നമ്മൾ മാറ്റുക. The number formed by ones and tens will give you the digits in the pies, and the remaining number gives us the rupees. അതായത് the number formed by ones and tens digits gives us the pies. ഇതായിരിക്കും നമുക്ക് പൈസ് തരുന്നത്, and the remaining number will give us the rupees. മനസ്സിലായോ? അതായത് തന്നിരിക്കുന്ന പൈസിൽ നിന്ന് നമ്മൾ വൺസ് പ്ലേസിനെയും ടെൻസ് പ്ലേസിനെയും മാറ്റുക. അത് പൈസ ആയിരിക്കും. ബാക്കി എത്ര ഡിജിറ്റ്സ് ഉണ്ടോ അതത്രയും റുപ്പീസ് ആയിരിക്കും. മനസ്സിലായോ? അതിനൊരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്. എന്താണ്? റൈറ്റ് സൈഡിൽ നിന്ന് 2 ഡിജിറ്റ്സ് ഇങ്ങോട്ട് മാറ്റുക. ആ 2 ഡിജിറ്റ്സ് പൈസന്റെ പ്ലേസിലും ബാക്കി എത്ര ഡിജിറ്റ്സ് ഉണ്ടോ അതത്രയും റുപ്പീസിന്റെ സ്ഥാനത്തും ആയിരിക്കും. അതായത് സിമ്പിൾ വേ ഇസ് ടു പുട്ട് എ പോയിന്റ് ആഫ്റ്റർ 2 ഡിജിറ്റ്സ് ഫ്രം ദ റൈറ്റ്. പുട്ട് എ പോയിന്റ് ആഫ്റ്റർ 2 ഡിജിറ്റ്സ്. ഇപ്പൊ നമ്മൾ നമ്പർ ഇങ്ങനെ എഴുതിയതിനു ശേഷം put a point after 2 digits from the right. ഇതിലെ റൈറ്റ്, ഇത് റൈറ്റ്, ഇത് ലെഫ്റ്റ് അല്ലെ? അപ്പൊ റൈറ്റിൽ നിന്ന് 2 ഡിജിറ്റ്സ് ഇങ്ങോട്ട് മാറ്റിയിട്ട് 1 2 ഡിജിറ്റ്സ് മാറ്റിയിട്ട് ഒരു പോയിന്റ് ഇടുക. അപ്പൊ ഇത് പൈസും ഇത് റുപ്പീസും ആയിരിക്കും. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ഇത് വായിക്കേണ്ടത് എങ്ങനെയാണ്? 12 rupees 15 pies. പോയിന്റ് കഴിഞ്ഞു വരുന്നത് പൈസ ആണെന്ന് നിങ്ങൾക്കറിയാം അല്ലെ? അപ്പൊ ഇതിന്റെ മെത്തേഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. സൊല്യൂഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. Now children, look at this example. Convert 1215 pies and 907 pies into rupees. അതായത് 1215 പൈസിനെയും 907 പൈസിനെയും റുപ്പീസില് 907 പൈസിനെയും റുപ്പീസിലേക്ക് മാറ്റാനാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാം, 1215 പൈസ് എന്ന് പറഞ്ഞാല് എത്രയാണ്? 1200 പൈസ് പ്ലസ് 15 പൈസ്. ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പൈസയും റുപ്പീസും തമ്മിൽ വേർതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫ്രം ദ റൈറ്റ് മൂവ് 2 ഡിജിറ്റ്സ് അല്ലെ? ഇവിടെ നിന്ന് 2 പ്ലേസസ് ഇങ്ങോട്ട് മാറ്റി ഡോട്ട് ഇടണം എന്ന് പറഞ്ഞു. അപ്പൊ ഇത് എത്രയാണ്? 12 റുപ്പീസ് എന്ന് വരും. 12 റുപ്പീസ് എത്രയാണ്? 12 into 100 that is 1200 പൈസ് അല്ലെ? ബാക്കി എത്ര ഉണ്ട്? 15 പൈസ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താണ് ഇത്രയും പൈസ കിട്ടിയത്. 1200 പൈസും 15 പൈസും. നമ്മളിത് എങ്ങനെയാണ് ശരിക്കും സോൾവ് ചെയ്യുന്നതെന്നാണ് മിസ്റ്റർ ഈസി മെത്തേഡ് നേരത്തെ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇത് എങ്ങനെയാണ് ശരിക്കും സോൾവ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പൊ 1215നെ നമ്മൾ എന്ത് ചെയ്യണം? ലാസ്റ്റ് 2 ഡിജിറ്റ്സ് വരുന്നത് പൈസിന്റെ പ്ലേസ് ആയിരിക്കും. വൺസ് പ്ലേസും ടെൻസ് പ്ലേസും വരുന്നത് എന്താണ്? പൈസിന്റെ പ്ലേസ് ആയിരിക്കും. ബാക്കിയുള്ളത് റുപ്പീസ് ആയിരിക്കും. ആ റുപ്പീസിനെ പൈസയിലേക്ക് ചേഞ്ച് ചെയ്യുക. സോ 12ന്റെ കൂടെ നമുക്ക് ഏത് നമ്പറിന്റെ കൂടെ 100 മൾട്ടിപ്ലൈ ചെയ്താലും ആ നമ്പറിന്റെ കൂടെ റൈറ്റ് സൈഡിലേക്ക് 2 സീറോസ് ഇട്ട് കൊടുത്താൽ മതി. അത് നമ്മൾ 1200 പൈസ കിട്ടും. 1200 പൈസ.
അതിന്റെ കൂടെ ഈ 15 പൈസ കൂടെ ആഡ് ചെയ്യാം. ഈ 1200 പൈസനെ എങ്ങനെ എഴുതാം? 12 റുപ്പീസ് എഴുതാം അല്ലെ? ₹12 ആൻഡ് ഇത് എത്രയാണ്? 15 പൈസ. അതുപോലെ തന്നെ അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതും? ₹12 ആൻഡ് പൈസ് 15 എഴുതും. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് 907 പൈസനെയും കണ്ടുപിടിക്കാം. അതെങ്ങനെ 907 പൈസ എന്ന് പറയുന്നത്? ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പറയാം 900 പൈസ് പ്ലസ് 7 പൈസ് അല്ലെ? 907 എന്നുള്ളത് എങ്ങനെയാണ്? 900 പൈസ് പ്ലസ് 7 പൈസ്. 7 പൈസ് എന്നുള്ളത് 0, 7ഉം 0യും. ഈ 9 റുപ്പീസ് അല്ലെ? ഈ രണ്ട് പ്ലേസ് നമ്മള് പൈസിന്റെ പ്ലേസിലേക്ക് പോകും. ഇത് റുപ്പീസിന്റെ 9 റുപ്പീസ് എന്ന് പറയുന്നത് 900 പൈസ്. 9 into 100 900 പൈസ്. അപ്പൊ ആ 900 പൈസ് പ്ലസ് 7 പൈസ്. 900 പൈസിനെ എത്ര റുപ്പീസ് നമുക്ക് എഴുതാം? ₹9 ആൻഡ് 7 പൈസ്. 7 പൈസിനെ നമുക്ക് എങ്ങനെ എഴുതണം? നമ്മള് ഷോർട്ട് ഫോമിൽ എഴുതുമ്പോ ₹9 പൈസ ഇട്ട് എഴുതുമ്പോ കുഴപ്പമില്ല. ഷോർട്ട് ഫോമിൽ എഴുതുമ്പോ ₹9 കഴിഞ്ഞ് ഡോട്ട് കഴിഞ്ഞ് എത്ര പ്ലേസസ് ഉണ്ടാവണം? 2 പ്ലേസസ്. അപ്പൊ ഇവിടെ 7 ഉള്ളൂ. അപ്പൊ നമ്മൾ വെറും 7 എഴുതിയാൽ മതിയോ? 07 പൈസ എഴുതണം. സോറി, 07 എഴുതണം. പൈസ വേണ്ട, 07 എഴുതണം. ഓക്കെ, അതായത് ഇവിടെ നമ്മള് ₹9 ആൻഡ് 7 പൈസ ആണ് ഇട്ടിരിക്കുന്നത്. ആ 7 പൈസനെ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്? ₹9.07 എന്ന് എഴുതണം. നിങ്ങൾ ആ കാര്യം എപ്പോഴും ഓർത്തിരിക്കണം. അതായത് പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ്സ് ഉണ്ടാവണം എന്നുള്ള കാര്യം ഓർമ്മയിലുണ്ടാവണം. ഓക്കെ ചിൽഡ്രൻ, എങ്ങനെയാണ് നിങ്ങളിപ്പോ കടയിൽ ചെന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ 2 or 3 സാധനങ്ങൾ വാങ്ങുന്നു അല്ലെ? സപ്പോസ് 1 കിലോ പഞ്ചസാര 40 റുപ്പീസ്, 1 കിലോ തേയില അല്ലെങ്കിൽ അര കിലോ തേയില 350 റുപ്പീസ്. അങ്ങനെ 2-3 ഐറ്റംസ് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ എന്നിട്ട് അതിന്റെ തേയില എന്ന് പറയുന്ന ടീ പൗഡർ ആണ് കേട്ടോ, അതിന്റെ പൈസ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ? അപ്പോ എങ്ങനെയാണ് നമ്മൾ മണി, അതായത് പൈസ ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആഡ് ₹25.20, അതായത് 25 rupees 20 paise ആൻഡ് 9 rupees 78 paise. ഓക്കെ, ഈ രണ്ട് കൂടെ ആഡ് ചെയ്യാനായിട്ട് നമ്മള് കോളം മെത്തേഡ് നിങ്ങൾ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ പഠിച്ചതാണ്. അതുപോലെ തന്നെ റൈറ്റ് ദ എമൗണ്ട്സ് വിത്ത് പോയിന്റ്സ് വൺ ബിലോ ദി അതർ. യു ഹാവ് ടു റൈറ്റ് ദ എമൗണ്ട്സ് വൺ ബിലോ ദി അതർ. ഓക്കെ, ദെൻ ആഡ് ലൈക്ക് ഹോൾ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 0 മുതൽ തുടങ്ങുന്ന നമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മള് സാധാരണ നമ്പേഴ്സ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് പഠിച്ചു അല്ലെ? അതേ രീതിയിൽ തന്നെയാണ് ഹോൾ നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും നമ്മൾ അഡീഷൻ ചെയ്യേണ്ടത്. അപ്പൊ 2 മെത്തേഡ്സ് ഉണ്ട്. ഒന്നുകിൽ നമുക്ക് പോയിന്റ് ഇട്ട് തന്നെ ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ പോയിന്റ് ഇടാതെ മുകളിൽ റുപ്പീസ് എന്നും പൈസ എന്നും കൊടുത്തിട്ട് ആഡ് ചെയ്യാം. അപ്പോ നമുക്ക് രണ്ടാമത്തെ രീതി, പോയിന്റ് ഇട്ട് ആഡ് ചെയ്യുന്ന രീതി നോക്കാം. 2 രീതിയിലുള്ളതും ഓരോ എക്സാമ്പിൾസ് കാണിച്ചു തരാം. ഓക്കെ, ഈ എക്സാമ്പിൾ തന്നെ നമുക്ക് 2 രീതിയിലും ചെയ്യാം. ഫസ്റ്റ് വൺ, റുപ്പീസ് പൈസ കൊടുക്കുക. നമ്മൾ ഇങ്ങനെ കൊടുത്തതിന് ശേഷം ആദ്യത്തെ 25 റുപ്പീസ്, പിന്നെ ഡോട്ട് ഇടേണ്ട കാര്യമില്ല, പൈസന്റെ താഴെ 20. ഇവിടെയോ 9 റുപ്പീസ്. 9 റുപ്പീസ് എഴുതുമ്പോൾ എവിടെ എഴുതും? ഇതിന് റുപ്പീസിന്റെ വൺസ് പ്ലേസും ടെൻസ് പ്ലേസും അതുപോലെ തന്നെ പൈസിന്റെയും വൺസ് പ്ലേസും ടെൻസ് പ്ലേസും ഉണ്ട്. അപ്പൊ 9 എന്ന് പറയുന്നത് റുപ്പീസിന്റെ വൺസ് പ്ലേസിൽ എഴുതുക. 78 ഇവിടെയും എഴുതുക. നൗ ആഡ് ദീസ് ടു. ഓക്കെ, അണ്ടർസ്റ്റുഡ് ചിൽഡ്രൻ? അതായത് റുപ്പീസ് പൈസിന് ഹെഡിങ് കൊടുക്കുക, അതായത് കോളം മെത്തേഡിൽ 2 സൈഡിലായിട്ട് കൊടുക്കുക. 25 rupees 20 paise എന്നുള്ളത് ഇങ്ങനെ എഴുതുക. 9 rupees 78 paise. Now write the amounts with points. We wrote the amounts without points, isn't it? Add pice to pice and then rupees to rupees. First we can add pice to pice. Paisa തമ്മിൽ ആഡ് ചെയ്യുക. 8 plus 0 8, 7 plus 2 9. പൈസ ആഡ് ചെയ്തു, പൈസന്റെ പ്ലേസിൽ എഴുതി. ഇനി 9 plus 5 14, carry over 1. 2 plus 1 3. അതായത് ഇങ്ങനെ വായിക്കും, റുപ്പീസ് 34.98, അതായത് 34 rupees 98 paise എന്ന് നമ്മൾ എഴുതും.
ഇത് തന്നെ നമുക്ക് പോയിന്റ് ഇട്ട് ചെയ്യാൻ പറ്റും. പോയിന്റ് ഇട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. 25.20 then 9.78 അല്ലെ? ഇങ്ങനെ, അതായത് 25.20 plus 9.78. ഓക്കെ, ഇത് തമ്മിൽ ആഡ് ചെയ്യുക. 8 plus 0 എത്രയാണ്? 8. 7 plus 2 9. സെയിം ആൻസർ യു വിൽ ഗെറ്റ്. 9 plus 5 14. Carry over 1 34. Isn't it? അതായത് ഇവിടെയും നിങ്ങൾക്ക് എന്ത് കിട്ടി? 34.98. അതായത് എന്താണ് സം കിട്ടിയത്? നമുക്ക് സം ഈസ് ഈക്വൽ ടു rupees 34.98. അതായത് 34 rupees 98 paise. Clear, children? Now questions will be asked to do in both ways. രണ്ട് രീതിയിലും ചോദിക്കും. ഇത് addition of money without regrouping ആണ്. ഇനി regrouping ഉള്ള ഒരു questions കാണിച്ചു തരാം. Now children, we can write this by writing rupees and paise. Okay, rupees then paise. ഇവിടെ എന്ത് എഴുതേണ്ടത്? 56. ക്യാരി ഓവർ വരുമ്പോൾ നമുക്ക് എഴുതണ്ടേ? 56, ഇവിടെ 86. പോയിന്റ് ഇടേണ്ട ആവശ്യമില്ല. ഇവിടെ 38, ഇവിടെ 52 എഴുതുക അല്ലെ? Now you can add these two, rupees and paise. Rupees and paise നമ്മൾ വേർതിരിച്ചെഴുതി. 56 rupees, പൈസന്റെ താഴെ 86 റുപ്പീസിന്റെ താഴെ 38, 52 എഴുതേണ്ടത് പൈസന്റെ താഴെ. Now we can add this. 6 plus 2 എത്രയാണ്? 8. 8 plus 5 13. 13 വരുമ്പോ എവിടെ എഴുതും എന്നാണ് ഇനി നിങ്ങൾക്ക് സംശയം. 13 ഇവിടെ തന്നെ എഴുതണോ അതോ ഇങ്ങോട്ട് ക്യാരി ഓവർ ചെയ്യണോ? അപ്പോ നമുക്ക് we can carry out the addition here in the same way as we did in the case of whole numbers from 1s to 10s and from 10s to 100s. അപ്പോ നമുക്കിവിടെ ആദ്യം 1s ചെയ്തു, 10s ചെയ്തു. ഇനി ക്യാരി ഓവർ ചെയ്യേണ്ടത് 100സിലേക്ക്, അതായത് ഇവിടേക്ക് നമുക്ക് കൊടുക്കാം. അതായത് നമ്മുടെ പൈസിന്റെ കോളത്തില് 2 ഡിജിറ്റ്സ് കാണണം, ബാക്കി ക്യാരി ഓവർ ചെയ്യുക. 8 plus 6 14 plus 1 15. ക്യാരി ഓവർ 1. 5 plus 3 8 plus 1 9. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 95 rupees 38 paise. ഇത് തന്നെ നമുക്ക് പോയിന്റ് ഇട്ടും ചെയ്യാം. 56 rupees 86 paise, 38 rupees 52 paise. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 6 plus 2 8. ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. ക്യാരി ഓവർ ചെയ്ത് മുകളിലേക്ക് കൊടുക്കുക. 15 കിട്ടും. then 9. അപ്പൊ നമുക്ക് സം എന്ത് കിട്ടി? സം എന്താ കിട്ടിയത്? rupees 95 dot ഇടാൻ മറക്കല്ലേ? 38. ഇവിടുത്തെ ഡോട്ട് ആസ് ഇറ്റ് ഈസ് നമ്മൾ താഴേക്ക് എഴുതണം. Okay children, this is addition of money with regrouping. Regrouping ഉള്ള ടൈപ്പ് അഡീഷൻ ആണ് ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് അഡീഷൻ പ്രോബ്ലംസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. കോളംസിൽ എഴുതിയിട്ട് ഇതുപോലെ കോളംസ് ആയിട്ട് എഴുതി ആഡ് ചെയ്യാനുണ്ട്. അതല്ലാതെ തന്നെ ആഡ് എന്ന് പറഞ്ഞ് എക്സസൈസ് വന്നിട്ടുണ്ട്. റുപ്പീസും കോളംസിൽ എഴുതാൻ പറയുമ്പോൾ ഇങ്ങനെ വേണം. റുപ്പീസ് ആൻഡ് പൈസ് ക്വസ്റ്റ്യനെ തന്നിട്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എക്സസൈസ് ഉണ്ട് ഇതുപോലെ തന്നിട്ട് നമ്മൾ ആൻസർ കണ്ടുപിടിക്കാനായിട്ട്, അതായത് പോയിന്റ് ഇല്ലാതെ. ഈ 2 രീതിയിലും ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസ് തന്നിട്ടുണ്ട്. 2 രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒന്നുമില്ല, ഇവിടെ ഡോട്ട് ഇല്ല, ഇവിടെ നമ്മൾ ഡോട്ട് ഇട്ട് എഴുതുന്നു, അത്രേ ഉള്ളൂ. അതുപോലെ ഇവിടെ എഴുതുമ്പോൾ റുപ്പീസ് ആൻഡ് പൈസ് ഹെഡിങ് കൊടുത്ത്, ഹെഡിങ് അല്ല 2 കോളമായിട്ട് കൊടുത്ത് 2 സൈഡിലും അത് കൊടുക്കുന്നു. കാര്യം നമ്മളിവിടെ ഡോട്ട് ഇടാത്തപ്പോ ഇത് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല, പൈസും റുപ്പീസുമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. അതറിയാൻ വേണ്ടിയാണ് നമ്മളത് മുകളിൽ കൊടുക്കുന്നത്. ഓക്കെ ചിൽഡ്രൻ, now we can pass on to the word problems in this. Now look at this question children, we can pass on to the word problems. Rajiv bought a toy for 10 rupees 25 paise and a pair of shoes for rupees 79 and 90 paise. How much did he spend? അതായത് രാജീവ് ഒരു ടോയ് വാങ്ങിച്ചു അല്ലെ? എത്ര രൂപയ്ക്കാ? 10 രൂപ 25 പൈസക്ക് ഒരു ടോയ് വാങ്ങിച്ചു. പിന്നെ ഒരു ഷൂസ് വാങ്ങിച്ചു 79 rupees 90 paise. ഇപ്പൊ ടോയ് ഒന്നും ഈ വിലക്ക് കിട്ടത്തില്ല കേട്ടോ. അപ്പൊ ഇത് പഴയ കണക്കാണ് അല്ലെ? അതായത്
ഒരുപാട് പണ്ട് കാലത്തെ ഇതുപോലെ ഇത്ര രൂപയ്ക്കൊക്കെ ടോയ് കിട്ടുള്ളൂ. ഹൗ മച്ച് ഡിഡ് ഹി സ്പെൻഡ്? അങ്ങനെയാണെങ്കിൽ എത്രയാണ് അവൻ സ്പെൻഡ് ചെയ്തത്? ഒരു പെയർ ഓഫ് ഷൂസും വാങ്ങിച്ചു, ഒരു ടോയും വാങ്ങിച്ചു, അല്ലെ? ഇതിന് രണ്ടിനും കൂടെ എത്ര രൂപയാണ് ചെലവാക്കിയത്? അപ്പോ നമുക്ക് ആദ്യം സ്റ്റെപ്സിലേക്ക് നോക്കാം. കോസ്റ്റ് ഓഫ് എ ടോയ്, അല്ലെ? ടോയ്ക്ക് എത്ര രൂപയായി? 10 rupees 25 paise. Cost of a pair of shoes 79 rupees 90 paise. ടോട്ടൽ കോസ്റ്റ് കാണാൻ എന്ത് ചെയ്യണം? മൊത്തം അവൻ എത്ര രൂപ ചെലവാക്കി എന്ന് കാണാൻ നമ്മള് ടോട്ടലിലെ കാണേണ്ടത്. അപ്പൊ ടോട്ടൽ കോസ്റ്റ് കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇവിടെ തന്നെ അങ്ങ് ചെയ്യുകയാണ് കേട്ടോ. ഇത് രണ്ടും കൂടെ, ഈ രണ്ട് എമൗണ്ട്സും കൂടെ ആഡ് ചെയ്യണം, അല്ലെ? സോ വാട്ട് വി ഹാവ് ടു ഡു? 5 plus 0 5, 9 plus 2 11. ഇനി എന്ത് ചെയ്യണം? ഡോട്ട് ഇവിടെ ഇട്ട് കൊടുക്കുക, മറക്കരുത്. എന്നിട്ട് ക്യാരി ഓവർ 1. 11 അല്ലേ ഇവിടെ കിട്ടിയേ? ക്യാരി ഓവർ 1. 9 plus 0 9, 9 plus 1 10. 0 again carry over. 7 plus 1 8 plus 1 9. എത്ര രൂപ അവന് ചെലവായി? 90 rupees 15 paise, അല്ലെ? 90 രൂപ 15 പൈസയാണ് അവന് മൊത്തത്തിൽ ചെലവായത്. Did you understand, children? നമ്മൾ എന്ത് ചെയ്യണം? ടോയുടെ വില എഴുതി, ഷൂസിന്റെ വില എഴുതി, രണ്ടും കൂടെ ആഡ് ചെയ്യുക. ഹൗ മച്ച് ഡിഡ് ഹി സ്പെൻഡ്? അവൻ എത്ര രൂപയാണ് ചെലവാക്കിയത് എന്ന് കാണാൻ രണ്ട് സാധനങ്ങളുടെയും കൂടെ വില തമ്മിൽ ആഡ് ചെയ്യുക. ഓക്കെ, നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Now look at the second question, children. Sheena bought eggs for rupees 9 and paise 25, biscuits for 15 rupees 50 paise, and milk for 10 rupees 50 paise. How much did she spend? നമ്മള് സ്റ്റെപ്സ് എഴുതുന്നതിന് മുമ്പായിട്ട് അതിന്റെ മീനിങ് എന്ന് പറയാം. ഷീന ബോട്ട് എഗ്സ് ഫോർ 9 rupees 25 paise എന്ന് പറഞ്ഞാൽ എഗ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്. എഗ്സ് 9 രൂപ 25 പൈസയ്ക്ക് വാങ്ങിച്ചു. ബിസ്ക്കറ്റ്സോ 15 രൂപ 50 പൈസ. 15 rupees 50 paise. മിൽക്ക് എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത്? 10 രൂപ 50 പൈസയ്ക്ക്. അങ്ങനെ 3 സാധനങ്ങളാണ് ഷീന വാങ്ങിച്ചത്. ഓക്കെ, ഹൗ മച്ച് ഡിഡ് ഷീ സ്പെൻഡ്? അവൾ എത്ര രൂപ ചെലവാക്കി? ആദ്യം നമ്മള് ആസ് യൂഷ്വൽ നമ്മള് സ്റ്റെപ്സ് എഴുതണം, അല്ലെ? സ്റ്റെപ്സ് എന്താന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കോസ്റ്റ് ഓഫ് എഗ്സ്. മുട്ടയ്ക്ക് ചിലവായ വില 9 രൂപ 25 പൈസ, അതായത് rupees 9 and 25 paise. കോസ്റ്റ് ഓഫ് ബിസ്ക്കറ്റ്സ്. ബിസ്ക്കറ്റ്സിന് ചിലവായ തുക എത്രയാണ്? 15 രൂപ 50 പൈസ, 15 rupees 50 paise. നെക്സ്റ്റ്, കോസ്റ്റ് ഓഫ് മിൽക്ക്. പാലിന് ചിലവായ തുക 10 രൂപ 50 പൈസ, 10 rupees 50 paise. നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാം? ഹൗ മച്ച് ഡിഡ് ഷീ സ്പെൻഡ്? അവൾ എത്ര രൂപയാണ് ചെലവാക്കിയതെന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യണം, അല്ലെ? സോ വി ക്യാൻ ആഡ് 5 plus 0 plus 0 5 itself. 5 plus 5 10 plus 2 12. 2 carry over 1. അതിന് മുൻപ് ഇതിടാൻ മറക്കരുത്, carry over 1. ഓക്കെ, 9 plus 1 10 plus 5 15 5 carry over 1. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ വൺസ് ഒരു ഡിജിറ്റേ ഉള്ളൂ, ടെൻസ് പ്ലേസിൽ ഡിജിറ്റ് ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ക്യാരി ഓവർ ചെയ്തു. 1 plus 1 2, 2 plus 1 3. സോ 35 rupees 25 paise. ഇതാണ് ടോട്ടലായിട്ട് ഷീന ചെലവാക്കിയ തുക. 35 രൂപ 25 പൈസ. അതായത് എങ്ങനെ വായിക്കുക? 35 rupees 25 paise. ഓക്കെ ചിൽഡ്രൻ. Now look at the third question, children. Find the total cost of the following. എന്ന് പറഞ്ഞാല് ഇവിടെ കുറച്ച് സാധനങ്ങളുടെ വില തന്നിട്ടുണ്ട്. അതിന്റെ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങളിപ്പോ 2 സാധനങ്ങളുടെ കണ്ടു. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ 3 സാധനങ്ങളുടെ വില കണ്ടുപിടിക്കുന്നു. ഇപ്പൊ ഇതിനകത്ത് 4 എണ്ണം തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഒരു ബലൂണിന്റെ വില 5 രൂപ, ഒരു ഐസ്ക്രീം 10 രൂപ 25 പൈസ, ഒരു ടോയ് കാറിന്റെ വില 12 rupees 50 paise, ഒരു ബുക്കിന്റെ വില 58 rupees 50 paise. ഇതെല്ലാത്തിനും കൂടെ എത്ര രൂപയായെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഫൈൻഡ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദി ഫോളോയിങ് തിങ്സ്.
ഇത്രയും സാധനങ്ങളുടെ വില കണ്ടുപിടിക്കണം. അപ്പൊ നമ്മള് നോട്ടിൽ ഇത് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ശരിക്കും ഇത് ക്വസ്റ്റ്യൻ ആണ്. നോട്ടില് കോസ്റ്റ് ഓഫ് എ ബലൂൺ അങ്ങനെ മിസ് തരാം. ഇവിടെ എല്ലാം കൂടെ എഴുതാൻ സ്പേസ് പോരാ. അപ്പൊ നമുക്കിപ്പോ നിങ്ങൾക്ക് എങ്ങനെ എഴുതേണ്ടതെന്ന് അറിയാം അല്ലെ? അപ്പോ സ്റ്റെപ്സ് എങ്ങനെ എഴുതേണ്ടതെന്ന് അറിയാം. കോസ്റ്റ് ഓഫ് എ ബലൂൺ ഇങ്ങനെ എഴുതുക. കോസ്റ്റ് ഓഫ് എൻ ഐസ്ക്രീം 10 rupees 25 paise. Then cost of a toy car. Then cost of a book. ഇത്രയും കാര്യങ്ങൾ എഴുതുക. അതിനുശേഷം ടോട്ടൽ കോസ്റ്റ് എന്ന് എഴുതുക. നിങ്ങൾക്കറിയാം ടോട്ടൽ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ആഡ് ചെയ്യണം അല്ലെ? അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, സോ 0 plus 5 plus 0 plus 0. So what is the digit here? 5. 5 plus 5 10. 10 plus 2 12. 2 carry over 1. ഇനി എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് വേണം ആഡ് ചെയ്യാൻ കേട്ടോ. കാര്യം more numbers are there, isn't it? 8 plus 2 10. 10 plus 0 again 10. 10 plus 5 15 plus 1 16. അപ്പൊ അതിന് മുമ്പ് എന്ത് ചെയ്യണം? ഡോട്ട് ഇടുക. ക്യാരി ഓവർ എഴുതുന്നതിന് മുമ്പ് തന്നെ ഡോട്ട് ഇടുക കേട്ടോ. So 8 plus 2 10. 10 plus 5 15 16 6 carry over 1. No digit here in the tens place. So 1 plus 1 2. 2 plus 1 3 plus 5 8. ഇവിടെ റുപ്പീസ് ഇടുക. അപ്പൊ ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 86 rupees 25 paise ആണ് ടോട്ടൽ കോസ്റ്റ് ഓഫ് ഓൾ ദീസ് തിങ്സ്, isn't it? Now നിങ്ങൾ എഴുതുമ്പോ മിസ് നോട്ടില് സ്റ്റെപ്സ് ആയിട്ട് തരാം, എന്നിട്ട് കണ്ടുപിടിക്കുക ആൻസർ. ഓക്കെ, കോസ്റ്റ് ചേർത്താൽ മതി എല്ലാത്തിന്റെയും മുൻപിലായിട്ട്. കോസ്റ്റ് ഓഫ് എ ബലൂൺ, അതായത് ബലൂണിന്റെ വില, അങ്ങനെ ഐസ്ക്രീമിന്റെ വില, ടോയ് കാറിന്റെ വില, ബുക്കിന്റെ വില, ടോട്ടൽ കോസ്റ്റ്. ഇത്രയാണ് എഴുതാനുള്ളത്. ഓക്കെ ചിൽഡ്രൻ. So now we finished with this portion, today's portion children. Today we studied how to convert pies into rupees and also addition of money, how to add without regrouping, with regrouping, and also we did some word problems. So we can continue this class that is with subtraction in the next class. So bye bye children, take care, thank you.